ഹായ് ഫ്രണ്ട്സ്, S2R ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തനി നാടൻ സാമ്പാർ പൗഡർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാമ്പാർ പൗഡർ തയ്യാറാക്കാൻ വേണ്ട ചേരുവകളാണ് ഇവയൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽമുളക് 20 എണ്ണം, മല്ലി 1/4 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കറിവേപ്പില 2 തണ്ട്, ഒരു ചെറിയ കഷ്ണം കായം, ഉഴുന്ന് പരിപ്പ് 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1/4 കപ്പ്, ഉലുവ 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ വെച്ച് നാടൻ സാമ്പാർ പൗഡർ തയ്യാറാക്കുന്നത്. ഈ ചേരുവകളെല്ലാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി വറക്കണ്ട, ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിന് ആദ്യമായി നമുക്ക് വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്യും. മുളക് ഒരുപാട് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ നന്നായി വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായി കടലപ്പരിപ്പ് അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ സാമ്പാർ പൗഡറിൻ്റെ ടേസ്റ്റ് മാറും. അടുത്ത മല്ലി റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയൊക്കെ വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് വറുത്തെടുക്കും. ഉഴുന്ന് വറന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉലുവ നന്നായിട്ട് വറന്നു. കുരുമുളക് വറുത്തെടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ജീരകം ചെറുതായിട്ടൊന്ന് ഇട്ടാൽ മതി, അപ്പം തന്നെ ചൂടായി കിട്ടും. ജീരകം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കറിവേപ്പില, കറിവേപ്പിലയും മൂത്ത് കിട്ടിയിട്ടുണ്ട്. കായം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടാകുമ്പോഴത്തേന് ഇത് ഉരുകും. ഉലുവയും നന്നായിട്ട് ഒന്ന് ചൂടായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഇതാണ് നമ്മൾ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ്. ഇനി ഈ ചേരുവകളെല്ലാം ഇതിൻ്റെ ഇപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഈ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം. തനിനാടൻ ഹോം മെയ്ഡ് സാമ്പാർ പൊടി റെഡി. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ആവശ്യമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാർ വയ്ക്കുമ്പോൾ അതിനകത്ത് ചേർത്താലും മതിയാവും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.